ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ വീഡിയോസുകളും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഇഷ്ടം ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യണത്. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ ഒരു അടുക്കളത്തോട്ടം, അതാണ്. അതുപോലെ നല്ല ഭംഗിയുള്ള ചെടിത്തോട്ടം, നല്ല വൃത്തിയുള്ള വീട്, അങ്ങനെയൊക്കെ കുറേ സ്വപ്നങ്ങൾ, ചെറിയ ചെറിയ സ്വപ്നങ്ങളല്ലേ, അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറേശ്ശെ സാധിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രീകുട്ട രാവിലെ തന്നെ വരുന്നെന്ന് പറഞ്ഞു. ഈ ഒരു ദിവസം കഴിഞ്ഞ സൺഡേയിലും ഈ സൺഡേയിലും കൂടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. കഴിഞ്ഞ സൺഡേ പിടിച്ച് വെച്ചിട്ട് മുഴുവനാക്കാൻ പറ്റിയില്ല എനിക്ക് ഈ വീഡിയോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ അപ്പോൾ ചേട്ടൻ വേഗം പോയി ബീഫ് വാങ്ങിച്ചു കൊണ്ടു. പിന്നെ ദോശമാവ് ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ ദോശമാവും കൂടി വാങ്ങിച്ചു. വേഗം സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വേഗം ചടപടാന്ന് അവന് ദോശയും സാമ്പാറാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ദോശമാവ് വാങ്ങിപ്പിച്ചത്. പെട്ടെന്ന് അവൻ തലേദിവസം ഒന്നും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെയാണ് ഞാൻ തൃശ്ശൂരെത്തി, അച്ഛൻ കൊണ്ടുവരാൻ വരുന്നുണ്ടോ, വെട്ടുകാർക്ക് ബസ് കയറാം, വെട്ടുകാട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കല ഒരു കിടക്കക്കാരൻ വന്ന് ഒരു കിടക്ക വാങ്ങിച്ചു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചേക്കാളും 10-200 രൂപ കുറവ്. ശ്രീകുട്ടൻ വാങ്ങിച്ച അതേ കിടക്ക തന്നെയാണ് വാങ്ങിച്ചത്. 10-200 രൂപ കുറവാണ്. അപ്പോൾ പിന്നെ അവർക്ക് ആ കച്ചവടം നടത്തിയേ ഒക്കുമെന്ന് തോന്നി. അപ്പോൾ പിന്നെ വാങ്ങിച്ചു എന്ന് മാത്രം. അങ്ങനെ ആദ്യത്തിനുള്ള കിടക്ക ഉണ്ടായിരുന്നില്ല. ആദ്യത്തിന് ശ്രീകുട്ടൻ്റെ പൊടിദോശ മതി എന്നല്ല പറഞ്ഞ് നിൽക്കല്ലേ തന്നെ ശ്രീകുട്ടൻ എത്തിയിട്ടാണ്. അപ്പോൾ പിന്നെ സാമ്പാറായില്ല. അവൻ വന്നപ്പോൾ വിശപ്പം കൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ പൊടിദോശയാണ് ഉണ്ടാക്കി കൊടുത്തത്. പൊടിദോശ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്, നമുക്ക് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ബീഫ് വേഗം കുക്കറിലേക്ക് ഇട്ടു. എല്ലാ മസാലകളും അതിൽ തന്നെ ഇട്ടു. മുളക് പൊടി മല്ലിപ്പൊടി ഇടില്ല കേട്ടോ ഞാൻ. ബാക്കി അതുപോലെ കുരുമുളക് പൊടി മസാലയും ഇടില്ല. ബാക്കിയുള്ളതൊക്കെ ഇതിലിട്ട് കണ്ടിട്ട് വേവിച്ച് എടുക്കുകയാണ്. എന്താ വെച്ചാൽ ഇതിങ്ങനെ വേവിച്ചത് ആദ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം മുളകൊന്നും ഇട്ടത് അങ്ങനെ കഴിക്കില്ല. ബീഫ് ഇങ്ങനെയാണ് കൂടുതൽ കഴിക്കുക. അപ്പോൾ അങ്ങനെ വേവിച്ചിട്ട് കാച്ചിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചോറ് മുറ്റത്താണ് വെച്ചത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ ബീഫ് വേവിച്ചത് മുറ്റത്തിട്ട് വരട്ടിയെടുക്കാമെന്ന്. അടുപ്പിൻ്റെ തീയിലിട്ടിട്ട് വരട്ടിയെടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ മുറ്റത്ത് ചീനച്ചട്ടി കൊണ്ടുവച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മൂപ്പിച്ചു. അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. മുളക് പൊടികൾ തന്നെ ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ നന്നായിട്ട് അത് മൂക്കും. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ പ്രാക്ടീസ് ഇല്ലാത്തവർ ചെയ്യുന്നത് അത്ര നല്ലതൊന്നുമല്ല. എന്ന് വെച്ചാൽ മുളക് പൊടി കരിയാൻ അധികം സമയം വേണ്ട. ഇതൊക്കെ എക്സ്പീരിയൻസൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അവിടെ കിടന്നത് വറ്റിക്കോട്ടെ. കുറച്ച് നേരം ചെറുതീയിൽ ഇട്ടിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുത്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ബീഫ് കറി ഇങ്ങനെ വെച്ചാൽ. അത് ഈ ഒരു പരുവായി. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇവർക്കൊക്കെ തിരിച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞ കാരണം ഞാൻ 2 സവോളയും 2 തക്കാളിയും കൂടി നൈസായിട്ട് അരിഞ്ഞും കണ്ടിട്ട് അതിലേക്ക് ഇട്ടു. വീണ്ടും ചെറിയ തീയിൽ, അടുപ്പിൽ ചെറിയ തീ എന്ന് പറഞ്ഞാൽ നല്ല തീ ഉണ്ടാവും. കുറച്ച് നേരം കൂടി ഇട്ട് അങ്ങനെ വരട്ടി ഈ ഒരു പരുവത്തിലെടുത്തു. പിന്നെ തൈര് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു ഉപ്പേരിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർ എടുത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാതും കൂടി ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞാനും ചേട്ടനും കൂടി മണ്ണുത്തിയിലേക്ക് പോയിട്ടോ. പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വിചാരിച്ച പോലെ എല്ലാ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്നാലും തൽക്കാലം ഒരു ചെറിയ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി. കാണുമ്പോൾ കുറേയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. വിത്തുകൾ പക്ഷേ ഏറെക്കുറെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അവരുടേതായ അഗ്രികൾച്ചറിൻ്റേതായ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങളാകെ വാങ്ങിച്ചത് കരിക്കിൻ്റെ ഒരു വെള്ളം കുടിക്കാനുള്ളത് ദാഹത്തിന് കേട്ടോ. അവിടെ ചത്രയും പൊരി വെയിലായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സപ്പോട്ട, ഞങ്ങൾ ഫ്രൂട്ട് മൾബറി, സപ്പോട്ട, പിന്നെന്താ പറയുക റംബൂട്ടാൻ, അവക്കാഡോ ഇങ്ങനത്തെയൊക്കെയാണ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ച് പോയത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ആകെ സപ്പോട്ട കിട്ടി. പിന്നെ പേരയ്ക്ക, നല്ല റെഡ് പേരയ്ക്ക കിട്ടി. അത്രയും മാത്രമേ കിട്ടിയുള്ളൂ ഫ്രൂട്ടിൽ. റംബൂട്ടാൻ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് 2 എണ്ണം വെച്ചാലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കാരണം അത് കിട്ടിയില്ല. ബാക്കി ഏറെക്കുറെയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതും ഒക്കെ ആയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിത്തുകൾ എല്ലാതും വാങ്ങിച്ചു. പിന്നെ തൈകൾ മുളകും തൈ വാങ്ങിച്ചു, വഴുതന തൈ, തക്കാളിയുടെ തൈ, അത്രയും തൈകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 10 രൂപ അത് വാങ്ങിച്ചു. വളരെ കുറച്ച് പൈസയ്ക്ക് 250 രൂപയ്ക്ക് അങ്ങോട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. വെച്ചാൽ മൾബറി ഒന്നും കിട്ടിയില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ മൾബറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോന്നു. ഇതൊക്കെ ഭംഗിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാനായിട്ടൊന്നും അല്ല. അതൊക്കെ ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കുറേയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഈ വെള്ളമാണ് വാങ്ങിച്ചത്.
ടേസ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായി. എനിക്ക് സാധാരണ ഈ 7up അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല ഇഷ്ടമായി. പക്ഷേ ശ്രീകുട്ടൻ നമ്മുടെ കെമിസ്ട്രിക്കാരനല്ലേ, അവൻ പറഞ്ഞ അതിൽ നല്ലോണം സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചറിൻ്റെ ആയാലും എന്ന് പറഞ്ഞു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുകയാണ്. ഇതിലാണ് കൊണ്ടുവന്നത്. പക്ഷേ നിറയെ ആ ചേറ് വണ്ടി കോട ഇങ്ങോട്ട് ഒലിച്ചു പോന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ഈ കാർബോർഡ് പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. വണ്ടി പകുതി എത്തിയപ്പോൾ ഇങ്ങനെ ആ ചേറിങ്ങനെ മേലേക്ക് ഒലിക്കുന്നുണ്ടപ്പോൾ വേഗം കാർബോർഡ് പെട്ടിയിലേക്ക് എടുത്തു വെച്ചു. അത് ഈ സഞ്ചിയിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിരുന്നത് കേട്ടോ. പിന്നെ വിത്തുകൾ ഇതായിരുന്നു വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ ആദ്യത്തിന് പല്ല് കേടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ നോക്കിയപ്പോൾ ആദ്യത്തിൻ്റെ പല്ലിനൊരു കേടുമില്ല. എൻ്റെ റൂട്ട് കനാൽ ചെയ്ത പല്ല് കുറേശ്ശെ പൊളിഞ്ഞു പോരുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അയാൾ ഡോക്ടർ റെഡിയാക്കി തന്നു. പിന്നെ പോരണ വഴിക്ക് മീൻ വാങ്ങിച്ചു. ചേട്ടൻ എപ്പോഴും ചൂരമേ പിടുത്തം, ചൂരയാണ് കൂടുതൽ വാങ്ങിക്കുക. പിന്നെ വൈകുന്നേരം റേഷൻ കടയിലേക്ക് പോണ ഒരു ദിവസമായിരുന്നു. റേഷൻ കടയിലേക്ക് എന്താ പറയുക, കഴിഞ്ഞ മാസത്തെ അരി പോയി മറന്നിട്ട്, അപ്പോൾ ഈ മാസം ഇങ്ങനെ കളയണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു ഫുള്ള് ദിവസം വണ്ടിയുമ്പോൾ തന്നെ കറക്കായിരുന്നു. അപ്പോൾ അങ്ങനെ 7 മണി ആയപ്പോഴേക്കും പിന്നെ അരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓട്ടോയിലും ഇങ്ങോട്ട് പോന്നു. ചേട്ടൻ വന്നപ്പോൾ ആദ്യത്തിന് പഴംപൊരി കഴിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ പിന്നെ പഴംപൊരി വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ചേട്ടൻ പതുക്കെ വന്നോളൂ. പിന്നെ പഴംപൊരിയും പരിപ്പുവടയും ബജ്ജിയും അങ്ങനെ കുറേശ്ശെയായിട്ട് എല്ലാതും വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും കൂടി അതിരുന്ന് കഴിച്ചപ്പോൾ പിന്നെ ആർക്കും അന്നത്തെ ദിവസം വൈകുന്നേരം ചോറൊന്നും വലിയ കാര്യമായിട്ട് വേണ്ടി വന്നില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഓവർ ഫുഡ് കഴിക്കുന്നവരല്ല, കഴിക്കാൻ എന്തോ അത്രയ്ക്കേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ പിറ്റേ സൺഡേ ആണ് ഇത്. ആ ഒരു ദിവസം നമുക്ക് പറ്റിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കുറച്ച് ദിവസമായി ചീര വലുതായി കറി വയ്ക്കാനായിട്ട് പൊട്ടിക്കാണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം തണ്ടൊക്കെ വലുതായി, ഇലകളൊക്കെ കുറേ കേടുവന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇതിനിങ്ങനെ അങ്ങോട്ട് മുട്ടടിച്ച് വിട്ടാലാണ് പൊടിച്ച് നല്ല ചീരയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കിട്ടണത് എടുക്കാം, ബാക്കിയുള്ളത് കളയാൻ. എന്തായാലും ചീര മുറിക്കാണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വലിയ തൈകളും പൂ വന്നതും ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് വിട്ടു കേട്ടോ. ഒരു കറിക്കുള്ളത് എനിക്ക് കിട്ടി. അതിന് നുള്ളി പെറുക്കി എടുത്തപ്പോൾ 3-4 കറിക്കുള്ളത് കിട്ടിയാൽ നേരത്തിനും കാലത്തിനും അത് മുറിച്ചിങ്ങി കേട്ടോ. ഓരോ ദിവസവും ഞാൻ വിചാരിക്കും നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെയായി. പിന്നെ ഈ ഒരു ചീര മാത്രമാണ് നല്ല ലെവലിൽ കിട്ടിയതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ചേട്ടൻ്റെ അപ്പോൾ അവിടെ മണ്ണ് കൊണ്ടിടുകയാണ്. നമുക്ക് വിത്തുകൾ പാകണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ല വെയിലുള്ളിടത്ത് തന്നെയാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ സൈഡിലൊക്കെ കുറേ പ്രാവശ്യം വെച്ച് നോക്കിയതാണ്, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. ഈ പ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാമല്ലേ, നടക്കും. നമ്മൾ പ്രയത്നിച്ചാൽ നടക്കാണ്ടിരിക്കില്ലല്ലോ ഒന്നും. അങ്ങനെ ഞാൻ ഇവിടെ കുത്തി ഇളക്കണമൊന്നുമില്ല. എന്താ വെച്ചാൽ കുത്തി ഇളക്കിനി ആ മണ്ണ് മുഴുവൻ അപ്പുറത്തെ പറമ്പിലേക്ക് പോകും. ശ്രീകുട്ടൻ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എമ്പുരാൻ സിനിമ കാണാനല്ല, ഒരു ദിവസം അപ്പോൾ വീട്ടിലേക്ക് വരണ്ടേ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചെന്ന് വെച്ചാൽ ചായ കുടിച്ച് എനിക്ക് ഉച്ച വരെ ഒന്നും കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് ഇറങ്ങി. ചേട്ടൻ മണ്ണ് കോരി കൊണ്ടിട്ട് തന്നു. ഞാൻ പിന്നെ അതൊക്കെ റെഡിയാക്കി കണ്ടിട്ട് അതിലേക്ക് വിത്തുകൾ പാകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുറച്ചൊക്കെ പുല്ല് അവിടെ ഉണ്ട്, അത് നമുക്ക് അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ പറിക്കാമെന്ന് ചോദിച്ചാൽ പുല്ല് പറിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ പുല്ല് പറിക്കൽ മാത്രം നടക്കുള്ളൂ, വേറെ ഒരു ജോലി നടക്കില്ല. ചത്രപുരത്ത് പുല്ലാണ് ഓരോ ദിവസം, അത്ര സ്പീഡിലാണ് നമ്മുടെ പറമ്പിൽ പുല്ല് വളരുന്നത്. അപ്പോൾ ആ വിത്തുകൾ ഞാൻ എടുത്തുകൊണ്ട് വന്നു. മുളക്, വെണ്ട, പടവലം, പിന്നെ ചീര, കുറ്റിപ്പയർ, പാവലുണ്ടല്ലോ, ചുരക്ക, അങ്ങനെ ഇത്രയ്ക്കൊക്കെയാണെന്ന് തോന്നുന്നു ഏകദേശം വിത്തുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ചീര മാത്രം 3-4 പാക്കറ്റ് വാങ്ങിച്ചു. ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ചുവപ്പ് ചീരയും പച്ചച്ചീരയും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി. ഞാൻ ഈ അരുവിന് പുല്ല് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പടർന്നു വരുന്നത് ചെത്തി കളഞ്ഞെങ്കിലും ഈ ആഴ്ച വീണ്ടും പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും മുറിച്ച് മാറ്റി, നമ്മുടെ പറമ്പിലേക്ക് കയറുന്നത് മുറിച്ച് മാറ്റി കേട്ടോ. അപ്പോൾ ചേട്ടൻ നിരത്തിയിട്ട് തരാൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കൂട്ടിയിട്ടോ, ഞാൻ നിരത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ചേട്ടൻ വീണ്ടും മണ്ണെടുക്കാനായിട്ട് പോയി. ഞാൻ അതിനൊക്കെ നിരത്തി നല്ല ലെവലാക്കി. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചപ്പ് ചവറൊക്കെ ഇട്ടാൽ നല്ലതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ചെടി ഒന്ന് പൊന്തിയതിന് ശേഷം നമുക്ക് അങ്ങനത്തെ ചാണം വെള്ളമോ അങ്ങനത്തെ ഒക്കെ ഇടാമെന്ന് വിചാരിച്ച്. വിത്ത് പാവണമല്ലോ ഉള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം വെണ്ണീറൊക്കെ അതിലുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ പുല്ലൊക്കെ ഇട്ട് പിന്നെ അത്യാവശ്യം നല്ല വളക്കൂറുള്ള മണ്ണാണ് ആ കൊണ്ടുവന്ന് ഇടുന്നത്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മണ്ണ് തറയാണ്ടിരിക്കാൻ മാത്രമായിട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. ചീര പാവാൻ ഇത്തിരി പാടല്ലേ. അപ്പം അങ്ങനെ ചീര പാവിയിട്ടുണ്ട്. 2-3 പ്രാവശ്യമൊന്നും ഞാൻ ചിലതൊക്കെ പാവിയിട്ട് എനിക്ക് തീരെ മുളച്ചു, പക്ഷേ അങ്ങോട്ട് കരുത്താർന്ന ഒരു ഇതുകൾ കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യമെങ്കിലും കിട്ടട്ടെ.
അപ്പോൾ അങ്ങനെ ചീര പിന്നെ വെറുതെ അങ്ങോട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് അങ്ങനെ ആക്കിയാൽ മതി. അതുപോലെ തന്നെ മുളകും തൈകളും അതുപോലെ തന്നെ 2 പാക്കറ്റ് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു സൈഡിലേക്ക് അത്ര വലിയ വേരൊന്നും വരില്ല. അവിടെ നമ്മുടെ പൈപ്പുകൾ പോകുന്നുണ്ട്. അത് കാരണം കൊണ്ട് വെട്ടിക്കളയ്ക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ മണ്ണ് കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ വെണ്ട പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ കുഞ്ഞു ഓട്ട ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ വെക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ നട്ടു. അതുപോലെ തന്നെ പയറും അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് അങ്ങനെയാണ് വയ്ക്കുക. അമ്മ പണ്ട് ചെയ്യണ കണ്ടിട്ടുള്ളൊരു അറിവാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ എങ്ങനെ എന്താ നടണേന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഓരോരുത്തർ പറഞ്ഞു തരും. പക്ഷേ സമയം പോണതറിയില്ല. ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് സംശയം കൂടും. ഓരോരുത്തർ ചെയ്യണ രീതിയും പലപ്പോഴും വേറെ വേറെ. അപ്പോൾ നമുക്ക് സംശയം കൂടും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ അമ്മ നമ്മളോട് പറഞ്ഞ് തന്നിരിക്കുന്ന ആ രീതികളൊക്കെ ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ആ രീതിയിൽ ചെയ്തു. പിന്നെ അതാ ചേട്ടൻ പൈപ്പൊക്കെ കുത്തി വെള്ളം കൂടുതലും ഈ ഒരു പൈപ്പ് വാങ്ങിക്കാത്ത കാരണമായിരുന്നു ഞാൻ കൂടുതലും ചെടികൾ എൻ്റെ ശരിക്ക് പിടിക്കാഞ്ഞത്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ തണലിന് വേണ്ടി ഇത്തിരി പട്ടയിടണം. നനവ് നിൽക്കണ്ടേ. നമ്മൾ രാവിലെ നനച്ചിട്ട് പോയ വൈകുന്നേരം അത്ര വെയിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ തണവ് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പട്ട വെട്ടിങ്ങട്ട് അതിൻ്റെ മുകളിലിട്ട് ആ പട്ട കുതിർന്ന വരെ നനച്ചിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ശരിക്കും 2 നേരം നനയ്ക്കണം കേട്ടോ. വിത്തൊക്കെ ആകുമ്പോൾ ചെറിയ ചെടികളൊക്കെ ആകുമ്പോഴും 3 നേരം നനച്ചാലും അത്രയും നല്ലതാണ്. അത്ര വെയിലാണല്ലോ. അപ്പം അങ്ങനെ പട്ടയൊക്കെ ചെതൽ പിടിക്കുന്നുണ്ട് കേട്ടോ. വിറകുകളൊക്കെ എന്താണാവോ ചാഴിപ്പൊടി വാങ്ങിച്ചിട്ട് റെഡി ആവുമെന്നൊന്നും അറിയില്ല. ഇനി അടുത്ത ഞായറാഴ്ച എനിക്കിനി ഇത് വല്ലതും ചെയ്യാനായിട്ട് ഒഴിവുണ്ടാവുള്ളൂ. ഈ ഞായറാഴ്ച അത്രയ്ക്കധികം നടാനും വേറെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഡേയിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതൊക്കെ അതിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് നനച്ച് കൊടുത്തു കേട്ടോ. വെള്ളത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാരണം കൊണ്ട് ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. വെള്ളം ബുദ്ധിമുട്ടുള്ളവർക്ക് ചെടി പോലും ഇപ്പോൾ അനന്തപുരത്ത് ഒരു കിണർ നല്ല വെള്ളമുള്ളതുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാമത് കുത്തിയ കിണറിൽ കുറേശ്ശെ വെള്ളം വറ്റും. അപ്പോൾ അത് കാരണം ചെടിയൊക്കെ കേടായി ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ പുല്ലൊക്കെ കണ്ടില്ലേ എത്ര വേനൽക്കാലമായിട്ടും പച്ചപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്രയും നല്ല വെള്ളമുള്ള ഭാഗമാണ് നമ്മളുടെ കേട്ടോ. വെട്ടുകാട് തന്നെ പല സൈഡിലും തീരെ വെള്ളമില്ലാത്ത ഭാഗമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സൈഡ് നല്ല വെള്ളമുള്ളതാണ്. എനിക്ക് ഇത്തിരിച്ച കോൾഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിൻ്റെ. പിന്നെ ഇതാ വെള്ളം നനയ്ക്കാനായിട്ട് ഈ ഒരു ജഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ നനയ്ക്കണത് നല്ലതാണെങ്കിലും നമുക്ക് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഭയങ്കര കുറവാണല്ലോ. പിന്നെ ചേട്ടൻ നനയ്ക്കാൻ കൊതിയായിട്ടാന്ന് തോന്നുന്നു ചേട്ടൻ വന്ന് വാങ്ങിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള പാവൽ അങ്ങനത്തെ ഒക്കെ വിത്തുകൾ ഓരോ പാത്രത്തിൽ നടാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ അത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പടർത്തുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വെച്ചു. അല്ലെങ്കിൽ ഇവിടെ തന്നെ കോല് കുഴിച്ചിട്ട് അങ്ങനെ പടർത്താം. എങ്ങനെയാണെങ്കിലും ആദ്യം ഒന്ന് മുളയ്ക്കട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ പാത്രങ്ങളിലാക്കി നട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെതാ ഇതിലും അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. നമ്മൾ ജൈവവളമൊക്കെ ഉണ്ടാക്കിയിരുന്നു. വലിയ ടാങ്കിൽ അങ്ങനെ വളവും മണ്ണും ഒക്കെ നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വളമായി മാറിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാതും നല്ല മണ്ണായിട്ട് മാറി. അപ്പോൾ അതങ്ങനെ ഓരോന്നും അങ്ങനെ അതിലേക്ക് നട്ടു. വലിയ കാര്യത്തിൽ ഞാൻ വീഡിയോയിൽ ഓരോന്നിൻ്റെ കവറൊക്കെ കാണിക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് വായിക്കാൻ മനസ്സിലാവുണ്ടോ എന്നറിയില്ല. പാവലും പടവലും ചൊരയ്ക്കുക അതൊക്കെയാണ് കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പടർത്തേണ്ടതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ നട്ട്. ഇത് പാവൽ കൈപ്പയ്ക്ക കേട്ടോ. നല്ല കൈപ്പയ്ക്ക ഉണ്ടാവുക വെച്ചാൽ അടിപൊളിയാണ്. ചിലത് ഭയങ്കര ചെറുതായിരിക്കും. ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഞാനങ്ങനെ അഗ്രികൾച്ചറിൽ നിന്നൊന്നും മണ്ണുത്തിൽ നിന്ന് ഒന്ന് പോയി അങ്ങനെ വാങ്ങിച്ച് ഇതുവരെ ഒന്നും നട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്കും കുറേശ്ശെ അങ്ങോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ഹോളൊന്നും ഇല്ല. അത് കാരണം കൊണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചാലും ബുദ്ധിമുട്ടാണ്. വെച്ചാൽ മിഠായി കുപ്പികളും നമ്മൾ മസാലകളൊക്കെ ഇട്ട് വെച്ചായിരുന്നില്ലേ ആ ഒരു ടിന്നുകളൊക്കെ മുറിച്ച് ഉപേക്ഷിച്ച കുപ്പികൾ കേട്ടോ. അതൊക്കെ മുറിച്ചിട്ടാണ് ഞാനിതൊക്കെ നട്ടത്. പിന്നെ പപ്പായകൾ കുറേ മുളച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതൊന്നും പിന്നെ ഞാൻ പറിച്ച് കളയാൻ പോയില്ല. 2 കട ചിലപ്പോൾ പിടിച്ചാലോ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ. അങ്ങനെ അതും അവിടെ വെച്ചു. പിന്നെ ഇനി നമുക്ക് കുറച്ച് തക്കാളി തൈകളും മുളകിൻ്റെ തൈ വഴുതന ഇതൊക്കെ നടാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ ഇതാ ഫ്രണ്ടിലേക്ക് വന്നു. അത് അവിടെയാണ് വെച്ചിരുന്നത്. നമ്മൾ 2 പേരത്തൈ വാങ്ങിച്ചാലോ 1 പേരത്തൈ ബാക്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഫ്രണ്ടിൽ തണലത്ത് വയ്ക്കാം. കുറച്ച് കരുത്ത് വരുമ്പോൾ ബാക്കിലേക്ക് വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ വലിയ പാത്രങ്ങളിലൊക്കെ ആയിട്ടാണ് ഇത് വെച്ചത്. താഴത്ത് നട്ടില്ല കേട്ടോ. കുറച്ച് ചകിരിയും അതും ഇതൊക്കെ ഇട്ട് മുകളിൽ മാത്രം വെള്ളാക്കി. പിന്നെ ഞാനങ്ങനെ തൈകൾ ഓരോന്നോരോന്നായി നട്ടു കേട്ടോ. ചേട്ടൻ മണ്ണ് എടുത്ത് കൊണ്ടുവരാനും ചകിരി എടുത്ത് കൊണ്ടുവരാനൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ പിന്നാലെ നമുക്ക് വീഡിയോ ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ മണ്ണ് വെട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേഗം അത് തൈകളൊക്കെ അതിലേക്ക് നട്ടുപിടിപ്പിച്ചു. ഇവിടെ ചെടികളും ഈ ഒരു ദിവസം കുറേ നടാനുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് നട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
ഇങ്ങനെ കുറേ മാറ്റിയപ്പോൾ എനിക്ക് കുറേ ചട്ടികളൊക്കെ കിട്ടി. അങ്ങനെ കുറേ മാറ്റി നട്ടു. ആ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഇടാം. ഇതിൽ തന്നെ എല്ലാതും ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് വീഡിയോ അത്ര ലെങ്തി ആയി പോയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാതും റെഡിയാക്കി സെറ്റാക്കി ഇവിടെ ഞങ്ങൾ നിരത്തി വെച്ചു കേട്ടോ. ഇവിടെ വിങ്കാ റോസൊക്കെ നട്ടാൽ നല്ല ഭംഗിയുണ്ടാവും നമ്മുടെ കമൻറ്റിൽ കണ്ടു. പക്ഷേ അധികം അങ്ങോട്ട് ചെടികളായിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വണ്ടി വയ്ക്കിയത് ഇതിൻ്റെ നടുവിലാണ്. അപ്പോൾ അതൊക്കെ തട്ടിക്കളഞ്ഞ് ഇടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വലിയ പാത്രം വെച്ചൊന്നും തട്ടിക്കളയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ പാത്രങ്ങളൊക്കെ ഞാൻ വെച്ചു. ചിലതിനൊന്നും പാത്രം ഉണ്ടായില്ല. അപ്പോൾ ചാക്കും ഗ്രോ ബാഗും അങ്ങനെയൊക്കെ ആക്കി നിറച്ചു. അങ്ങനെ എല്ലാതും 3-4 തക്കാളി തൈ ഉണ്ട്. തക്കാളിയാണ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നടൽ കഴിഞ്ഞു, വെള്ളം നനയ്ക്കലും കഴിഞ്ഞു. അങ്ങനെ ഉഷാറായി. പിന്നെ ഞാൻ ചെടികളുടെ പരിപാടിയിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ കമൻറ്റ് ഇടാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.